നമസ്കാരം. 4 ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാതൃപാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേക്കേറി ബി.ജെ.പി. എം.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിക്കാത്തതിൽ നിരാശനായാണ് 2 തവണ എം.പിയായ സംഗണ്ണ കരാടി ബുധനാഴ്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെയും സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നത്. കരാടിക്കൊപ്പം ബലഗാവി റൂറലിൽ നിന്ന് 3 തവണ എം.എൽ.എ ആയ ശിവപുത്ര മഗലിയും മറ്റ് പ്രമുഖ നേതാക്കളും കോൺഗ്രസിൽ ചേർന്നു. ബി.ജെ.പിയുടെ വിജയത്തെക്കുറിച്ചുള്ള ആഹ്ലാദത്തിനിടയിൽ സംഗണ്ണ കരാടി ഞങ്ങളുടെ തത്വങ്ങൾക്കായി ഞങ്ങളുടെ പാർട്ടി ചേർന്നു. വടക്കൻ കർണാടകയിലെ 2 ജില്ലകളിൽ അദ്ദേഹത്തിന്റെ പിന്തുണക്കാരുടെ വലിയ അടിത്തറയുണ്ടെന്ന് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത ശേഷം ഡി.കെ. ശിവകുമാർ പറഞ്ഞു. പ്രമുഖ ലിംഗായത്ത് കമ്മ്യൂണിറ്റി നേതാവും 2 തവണ കൊപ്പള്ളിലെ ബി.ജെ.പി. എം.പിയുമാണ് കരാടി സംഗണ്ണ. 2 തവണ ബി.ജെ.പി. എം.പിയായ കരാടി സംഗണ്ണ ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ച് പാർട്ടിയിൽ ചേർന്നത് സന്തോഷമുണ്ടെന്നും ഡി.കെ. പറഞ്ഞു. കരാടി സംഗണ്ണ ഒരു ബഹുജന നേതാവാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജനപ്രിയനാണ്. അദ്ദേഹം കഠിനമായ വഴിയിലൂടെ ഉയർന്നു വന്ന് പ്രൈമറി ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റായി ഉയർന്നു. 1999 ജെഡിയുവിൽ നിന്ന് എം.എൽ.എ ആയി. ബി.ജെ.പി. ടിക്കറ്റിൽ 2 തവണ എം.പിയായി ഉയർന്ന അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ഹാസൻ ജില്ലയിലെ അർക്കൽഗൂഡിൽ നിന്നുള്ള പുട്ടസ്വാമി, രാജാജി നഗറിലെ കൃഷ്ണമൂർത്തി, 3 തവണ മുൻ എം.എൽ.എ ആയ ശിവപുത്ര മഗലി, മാധ്യമപ്രവർത്തക സ്വാതി ചന്ദ്രശേഖർ തുടങ്ങിയവരും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. സംഘടനയോടുള്ള ആഭ്യന്തര എതിർപ്പിനെ തുടർന്നാണ് ബി.ജെ.പി. ബസവരാജ് എസ് കൃവദലിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പ അദ്ദേഹത്തെ നേരിൽ കണ്ട് ആദ്യം സമാധാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ടിക്കറ്റ് നിഷേധിച്ചതിൽ അതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണിപ്പോൾ ബി.ജെ.പി. വിടാൻ കാരണമായതും. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ രാജശേഖർ ഹിറ്റ്നാൽ അന്നത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സംഘടനയ്ക്കെതിരെ 38,397 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. വിജയത്തിന്റെ നേരിയ വ്യത്യാസം കണക്കിലെടുത്ത് സംഘടന ഇപ്പോൾ പാർട്ടിയിൽ ചേർന്നതോടെ കൊപ്പൽ ലോക്സഭാ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഈ കടന്നുവരവ് കോൺഗ്രസിന് ഒരു ലോട്ടറി തന്നെയാണ്. ജനകീയനായ ഒരു എം.പിയാണ് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് ഇവിടെ വിജയക്കൊടി പാറിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായി.